മെറിഡിയൻ ഹോം സിനിമാസ് ECL 2025 മറ്റൊരു ടീമിനെ നമുക്ക് പരിചയപ്പെടാം. ഇത് കാസർഗോഡ് നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് ടീം എടുത്ത ആളുകളാണ്. D14 എന്നാണ് ടീമിൻ്റെ പേര്. അപ്പോൾ എന്താണ് അവിടെ നിന്ന് ഇത്രയും ദൂരം വന്ന് ടീം എടുത്തതെന്ന് നമുക്ക് അവരോട് ചോദിക്കാം. ടീമിൻ്റെ വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാം. മഹ്സിക്ക, എന്താണ് നമ്മളുടെ ടീം ഓണറിന് നമ്മളുടെ ടീമിനെ കുറിച്ച് പറയാൻ ഉള്ളത്? മാത്രമല്ല നമ്മളുടെ കാസർഗോഡ് നിന്ന് ഇവിടെ വന്ന് ടീം എടുത്തതിൻ്റെ ആ ഒരു എന്താണ് ചേട്ടൻ്റെ മനസ്സിലുള്ളതെന്നൊന്ന് പറയാമോ? ഇതൊരു കാസർഗോഡ് ടീമല്ല, ഇതൊരു കൊച്ചി ബേസ്ഡ് ടീമാണ്. ഓ ശരി. പിന്നെ എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. നല്ലൊരു കൂട്ടായ്മ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ടീമിലോട്ട്. പിന്നെ എല്ലാത്തിനുപരി സപ്പോർട്ടായിട്ട് അൻസാരിയും സച്ചുംബ്രോ ഒക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. അജീഷ്, കിരൺ, സതീശൻ, പിന്നെ നമ്മളെ കൂടെ എല്ലാവരും മിങ്കിളായി നല്ല രീതിയിൽ കളിക്കാണ്. എത്രാമത്തെ പ്രാക്ടീസ് ആണ് ഇത്? ഇത് 4ാമത്തെ പ്രാക്ടീസ് മാച്ചാണ്. ആണല്ലേ. ഇന്നിപ്പോ പ്രാക്ടീസ് മാച്ച് ചെയ്തിട്ട് നമ്മുടെ ടീം എങ്ങനെയുണ്ടെന്ന് തോന്നുന്നുണ്ട്? നമ്മൾ എങ്ങനെയാ ഇത് അനലൈസ് ചെയ്യുന്നത്? ഞങ്ങൾ ഓൾറെഡി നല്ല ടീമിനെയാണ് വിളിച്ചെടുത്തിട്ടുള്ളത്. ശരി. എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമാണ്. എല്ലാവരും നന്നായി കളിക്കുന്നുണ്ട്. കപ്പ് അടിക്കുമെന്ന് തന്നെയാണുള്ള ഒരു വിശ്വാസം. നമ്മുടെ ക്യാപ്റ്റൻ ആരാണ്? ക്യാപ്റ്റൻ ഞാൻ തന്നെയാണ്. ഐക്കൺ പ്ലെയേഴ്സ് ഞാൻ തന്നെയാണ്. അല്ല, ഐക്കൺ സതീഷും പ്രക്ഷോഭാണ്. എന്നാ പ്രക്ഷോഭിനും സതീഷിനും നമ്മുടെ ടീമിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ടീം ഫുള്ള് സെറ്റാണ്. ഞങ്ങൾ ഫസ്റ്റ് 2 മാച്ച് കഴിഞ്ഞ ആഴ്ച കളിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറേ ആൾക്കാർക്ക് ഈ പിച്ചുമായിട്ട് എന്താ പറയുക അഡ്ജസ്റ്റ് ആവാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അത് ഈ ആഴ്ച ഇപ്പോൾ വന്ന് ക്ലിയർ ചെയ്തു. സോ എന്താണെങ്കിലും ഞങ്ങൾ കപ്പടിച്ചിട്ടേ പോകത്തുള്ളൂ. ശരി. സതീഷ്, ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇതിൽ വന്നതാണ്. അൻസാരി ബ്രോ വഴിയാണ് ഞാൻ ഇവിടെ എത്തിയത് തന്നെ. അപ്പോൾ കാസർഗോഡ് നിന്നാണ് ടീം എടുത്തതെങ്കിൽ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. പക്ഷേ ഓരോ മാച്ചിനായാലും ഞാൻ അവിടെ നിന്ന് വരും. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭ്രാന്താണ്. ഇപ്പോൾ നമ്മുടെ ടീം വാട്സപ്പിൽ കിടന്ന സംസാരങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ടീം ഒന്ന് കോർഡിനേറ്റ് ആയി നല്ലവരെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന നല്ല പ്ലേയേഴ്സാണ്. എല്ലാവരും കപ്പടിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അല്ല, എല്ലാവരുടെ വിശ്വാസം അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറെ ആളുകൾ പറയുന്നത് D14 ഇത്തിരി പേടിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കേട്ട്. അതെന്താ പേടിക്കാൻ മാത്രം എന്താണ് നിങ്ങൾക്കുള്ളത്? ഓക്കെ. അപ്പൊ നിങ്ങളെ പേടിക്കുന്നു. അപ്പൊ നിങ്ങൾ പേടിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു ടീം ഉണ്ടോ? ഇല്ല 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 ഇല്ല. എന്നാലും നമ്മുടെ ടീം തന്നെ വിൻ ചെയ്യുന്നുള്ളത് എനിക്കറിയാം. എല്ലാവരും അതന്നെ പറയാം. എന്നാലും ഈ ഒരു ഇവന്റില് കോമ്പറ്റീറ്റീവ് ആയിരിക്കണം അല്ലേ? അതെ. സോ വി ആർ ഓൾസോ വെരി കോമ്പറ്റീറ്റീവ്. ആ ഒരു ആംഗിൾ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. എന്നാലും നിങ്ങൾ നമ്മൾ ജയിച്ചാലും തോറ്റെങ്കിലും we will be very competitive till the end of this series. That's good. അല്ലേ? നമ്മൾ ഗ്രൗണ്ടിലല്ലേ നെക്സ്റ്റ് കളിക്കാൻ പോവാ? We are preparing for the ground. അതെ. അൻസാരി എന്ന് പറയുന്നത് നമ്മളുടെ ECLന്റെ ഫൗണ്ടർ കൂടിയാണ്. എന്താണ് അൻസാരിക്ക് ഇത് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് ടീമിലെ ഒരു പ്ലെയറും എല്ലാവരും, അതായത് കേരളത്തിൻ്റെ അംഗങ്ങളും അല്ല, ഒരാൾ ദുബായിൽ നിന്ന് വരെ വന്നിട്ടുണ്ട് ഈ ടൂർണമെൻറ്റ് കളിക്കാനായിട്ട്. ആൾക്കൊരു വലിയൊരു കയ്യടി കൊടുക്കണം. കാരണം ഈ ഒരു ടൂർണമെൻറ്റ് കളിക്കാൻ വേണ്ടി മാത്രം ആൾ ദുബായിൽ നിന്ന് വന്നാണ്. അപ്പോൾ ക്രിക്കറ്റിൻ്റെ ആ ഒരു എന്താണ് അതിൻ്റെ ഒരു സൗന്ദര്യം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാവരും ടീമായിട്ട് വന്ന് നമ്മൾ മുന്നേ തന്നെ എല്ലാവരും പറഞ്ഞു നമ്മുടെ ടീം ഭയങ്കര അടിപൊളിയാണ്. നമ്മളെയൊക്കെ പ്രതീക്ഷയും എന്താ പറയുക പേടിയും ഉള്ളത് പുറത്തുള്ളവർക്കാണ്. അപ്പോൾ ഫസ്റ്റ് മാച്ച് കളിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഓപ്ഷന്റെ സമയത്ത് ഭയങ്കര പ്ലാൻ ചെയ്ത് ഓപ്ഷന് കറക്റ്റാണ്. കാരണം ഓപ്ഷനിൽ ഞങ്ങൾക്ക് പിന്നെയും ബാലൻസ് 80,000 ബാലൻസ് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ആവശ്യമുള്ള പ്ലെയറിന് ആവശ്യമുള്ള പൈസ കൊടുത്തിട്ട് ആണ് മഫൂസിക്ക നല്ല ഐഡിയോട് തന്നെ വിളിച്ചേക്കണം. നമ്മളത് കളിയിലേക്ക് വന്നപ്പോഴേക്കും എന്താ പറയുക നമുക്ക് ഇത്രയും ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ടീം എന്താ പറയുക വേറെ ഒരു സംഭവമില്ല. പിന്നെ ഞങ്ങൾ കപ്പടിക്കണ ഇതെല്ലാം ഫേവറേറ്റ്സ് ഒക്കെ തന്നെയാണ്. എല്ലാ ടീമിനെ വെച്ച് നോക്കുമ്പോൾ ഈ ECL ഏറ്റവും ഫേവറേറ്റ്സ് ആയിട്ടുള്ള ടീമാണ്. പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് മാച്ചിലേക്കാണ് ഞങ്ങൾ നോക്കണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകാൻ നോക്കണം. അപ്പോൾ എന്തായാലും എല്ലാ ടീമിനും ബെസ്റ്റ് ഓഫ് ലക്ക്. എന്തായാലും ഞങ്ങൾ തന്നെയാണ് ജയിക്കാൻ ചാൻസ്. അത് ഫൗണ്ടറിനോട് തന്നെ ജയിക്കാം. അപ്പൊ എനിവേ നമ്മൾ D14 തന്നെ ജയിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.